ഓരോരുത്തർക്കും ഓരോരോ സങ്കല്പങ്ങളാണ് അല്ലേ? ചിലർക്ക് പ്രണയിക്കുന്ന പെൺകുട്ടി ഇങ്ങനെയായിരിക്കണം, മറ്റു ചിലർക്ക് പയ്യൻ അങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളും ഉപാധികളും ഒക്കെയാണ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ വേറിട്ട ഒരു വ്യത്യസ്തമായ ഒരു കപ്പിൾസിനെ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ മാവേലിക്കര വീടിൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ സവാരി പോകുന്ന കൂട്ടത്തിൽ ഒരു നമ്പർ എനിക്ക് മിസ്സായിപ്പോയി. അങ്ങനെ ആ നമ്പർ വിളിച്ചപ്പോഴത്തേക്ക് നമ്പർ മാറി പുള്ളിക്കാരിയാണ് കിട്ടിയത് എനിക്ക്. പിന്നെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ കഥകളൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരിയും കുറേ നല്ല നല്ല തോട്ടുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദം അങ്ങനെ വളർന്നു. ഞങ്ങളൊരു 5 വർഷത്തോളം ഞങ്ങൾ സൗഹൃദമായിരുന്നു. നേരിൽ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഞാനിതുപോലെ പുള്ളിക്കാരിയായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇത്രയും സൗഹൃദമായിട്ട് പിന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെ പറയുമെന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരിക്ക് എന്നോട് പറയാതിരുന്നത്. ആദ്യം പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ഞാനിവിടെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേറൊന്നും മറ്റ് ചിന്തിക്കാനുള്ളൊരു ഇത് വരുന്നില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ വിചാരിച്ചു നേരിട്ട് വരട്ടെ, നേരിട്ട് വരുമ്പോൾ കാണുമ്പോൾ തന്നെ പോയിക്കോളും എന്ന് വിചാരിച്ചു. ഞാൻ ഉപേക്ഷിച്ച് പോവില്ല, എന്നുണ്ടാവും കൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പ്രോമിസൊക്കെ ചെയ്തപ്പോൾ ശരി നോക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ പോകാൻ പറഞ്ഞാലും പോവില്ലല്ലോ. അങ്ങനെ പോകാൻ വേണ്ടിട്ടല്ലല്ലോ. നവംബർ 2-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു കല്യാണം നടന്ന ആ ഒരു മുഹൂർത്തം, അതായത് ഞങ്ങൾ ഇത്രയും നാളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു സന്തോഷമായ മുഹൂർത്തം. എട്ട് വർഷമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പുള്ളിക്കാരിക്ക് ഇങ്ങനെ കുറേ നാടുകളൊക്കെ കാണണം, സഞ്ചരിക്കണം, പോവുക, യാത്രകൾ പോവുക, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോവുക. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പോകും. പിന്നെ വെള്ളം ബാക്കിയെല്ലാം പുള്ളിക്കാരി തന്നെ ചെയ്യുന്നത്. 8 വർഷവും ഞങ്ങൾ ശരിക്കും പ്രണയിക്കുക തന്നെ ആയിരുന്നു. ഇനി അങ്ങോട്ടും അത് തന്നെയാണ്, പ്രണയം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രണയദിനം തന്നെയാണ്. സർട്ടിഫിക്കറ്റിലൊക്കെ ലോക്കോമോട്ടർ ഡിസീസ് എന്ന് പറഞ്ഞാണ് സർട്ടിഫിക്കറ്റിലൊക്കെ ഞങ്ങൾ ഈ അടുത്തിടയ്ക്കാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റീചെക്കപ്പ് നടത്തിയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം രോഗാവസ്ഥയൊന്നും ഒരു വിഷയമല്ല. നമ്മൾ മാക്സിമം കെയർ ചെയ്യുക, കൂടെ നിൽക്കുക, സന്തോഷിപ്പിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പക്ഷി എന്ന് പറയുന്നത് വേഴാമ്പലാണ്. ഈ വേഴാമ്പലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞെടുത്ത്? ഒരേ ഒരു മീറ്റല്ലേ ഉണ്ടാവുള്ളൂ, എന്നും മരണം വരെ ഒരേ ഒരാള്. ഇതുപോലെ പരസ്പരം 2 പേർ ആത്മാവിനെ സ്പർശിക്കുന്നതാണ് പ്രണയം. എഴുത്തിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയും ഇപ്പോൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. പരസ്പരം പ്രണയിച്ച് ഒരുപാട് നാൾ ഇവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയട്ടെ. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.